ചേട്ടാ ഇത് അബ്യൂസാണ്, ട്രോമ ബോണ്ടിങ് എന്ന് പറയും. അതായത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു പെൺകുട്ടിയെ വന്ന് അപ്രോച്ച് ചെയ്ത് ആ പെൺകുട്ടിയെ പിന്നെ സ്നേഹം നടിച്ച് അതിനെ സ്നേഹിച്ച് വശീകരിച്ച് പിന്നീട് ആ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മാത്രം ഉണ്ടായാൽ മാത്രം നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണ വരുത്തി വെച്ച് അത് പിന്നീട് വീണ്ടും കൂട്ടി ഉറപ്പിച്ച് ആ പെൺകുട്ടിക്ക് ഒരു തരത്തിലുമുള്ള കഴിവുകളില്ലാത്ത അവസ്ഥയിലോട്ടാക്കി സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും കൃത്യമായി ഉപയോഗിച്ച് ഇട്ടിട്ട് പോയി കളയും. കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ റിവേഴ്സ് വരും. ഈ സമയത്ത് പെൺകുട്ടി ഭീകരമായ ഡിപ്രഷനിലായിരിക്കും. പിന്നെ തിരിച്ചു വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ചേർത്ത് നിർത്തും, വീണ്ടും സ്നേഹിക്കും, വീണ്ടും അടിക്കും, വീണ്ടും ഉപദ്രവിക്കും. പഴയതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കും. പിന്നെയും വിട്ടിട്ട് പോകും, പിന്നെയും തിരിച്ചു വരും. ഈ തല്ലുകൊണ്ടും ഈ തെറി കേട്ടും കയ്യിലുള്ള പൈസയും സ്വർണ്ണവും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഈ പെൺകുട്ടിക്ക് ഒരു കാരണവശാലും ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. എന്നാൽ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം അവൻ എന്നെ ചതിക്കുകയാണ്, അവൻ എന്നെ വഞ്ചിക്കുകയാണ്, അവൻ എന്നെ പറ്റിക്കുകയാണ്, അവൻ ഭൂലോക ഫ്രോഡാണ് എന്നെല്ലാം പെൺകുട്ടിക്ക് മനസ്സിലാവും. കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും വീട്ടുകാരും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എങ്കിൽ പോലും ഈ പെൺകുട്ടിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഈ പെൺകുട്ടിയുടെ ഉള്ളിലോട്ട് ഈ പെൺകുട്ടിയെ അറിയാതെ തന്നെ ഇവൻ കൃത്യമായി ബ്രെയിൻ ഗെയിം ചെയ്ത് ഇട്ട് കൊടുത്ത കുറേ തോട്ട്സ് ഉണ്ട്. കഴിവില്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടുകാരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിപ്പോൾ സെക്ഷുവലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇട്ട് കൊടുക്കും. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ വേണ്ടി നമുക്ക് കുറ്റം പറയാം, നീ എന്തിനാണ് ഈ ബന്ധം തുടർന്ന് പോകുന്നത്, നിനക്ക് വേണമെങ്കിൽ അവസാനിപ്പിച്ച് കളയാനോ. പക്ഷേ ട്രോമ ബോണ്ടിങ് എന്നുള്ളത് ഭയങ്കര വലിയൊരു സബ്ജക്റ്റാണ്. ഇത് കമിതാക്കളുടെ ഇടയിൽ മാത്രം സംഭവിക്കുന്നില്ല, ഇത് പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, രണ്ട് ആൺ സുഹൃത്തുക്കളുടെ ഇടയിൽ സംഭവിക്കും, ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ സംഭവിക്കും. ഇതെല്ലാവരുടെ ഇടയിൽ ഉണ്ട്. നമ്മളെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും നമ്മളങ്ങ് നിന്ന് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ കരുതലിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. വേറൊരു കാര്യം, ഇപ്പം റോജി ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റിലേഷൻഷിപ്പ് മാത്രമല്ല. നമുക്ക് ഒന്ന് ആലോചിക്കും, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്, അവന് ഒരു 10 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. അവനൊരു ഒരു സാലറി ഹൈക്കോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ഒരു ഉന്നതി അവന് കിട്ടുന്നില്ല. പക്ഷേ അവൻ എന്താ വെച്ചാൽ അവൻ ആ ജോലിയോട്ട് ആ സ്ഥാപനമായിട്ട് കണക്റ്റഡ് ആയിപ്പോയി. കാരണം അവൻ ഇത് മതി, അവൻ ഫ്രീ ആണ്, അത്യാവശ്യം കാമായിട്ട് പോകുന്നുണ്ട്, ഇതിലേക്ക് കണക്റ്റഡ് ആയിപ്പോൾ. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ ബോണ്ട്, ഈ കണക്ഷൻസേ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പം ബ്രോ നേരത്തെ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി ആവണം എന്നല്ല, ആൺകുട്ടികൾക്കും ഉണ്ട് ഈ സ്ഥാപനം ചൂഷണം ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിട്ട് പണിയെടുക്കുകയാണോ അത് മനസ്സിലാവാത്തതാണോ? കാരണം അവൻ ഈ പറഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ആൾക്കാരോടെല്ലാം ബന്ധം സ്ഥാപിച്ച് ഫ്രണ്ട്സായി ഒരു ഭയങ്കര കണക്റ്റായി. അവൻ അവിടെ വിട്ട് പോകാൻ ഇഷ്ടമല്ല. അവന് വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട്, ഇവൻ എടുക്കത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുക. അപ്പം ഒരു 10 വർഷമായിട്ട് അറൗണ്ട് 25 ഈ താഴെയാണ് അവൻ ജോലി ചെയ്യുന്നത്. പക്ഷെ അവന് ഇതിനെക്കാട്ടിലും ഒരു 2 വർഷം മുമ്പ് വരെ തന്നെ ഒരു 35-40Kയുടെ മേളിൽ സാലറിയുടെ ജോലികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ എടുക്കത്തില്ല. ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചേട്ടനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? അത് അങ്ങനെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ഈ നമ്മളൊരു ബന്ധങ്ങളിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു പഴക്കം വരുമല്ലോ. ഇപ്പം ജോലി സ്ഥാപനത്തിൽ കുറേ നാൾ ജോലി ചെയ്തൊരു പഴക്കം വരുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങളിലൊരു പഴക്കം വരുന്നു. ആ പഴക്കം ഒരു ശീലമായി, ഒരു ഹാബിറ്റായിട്ട് നമുക്ക് മാറും. പിന്നീട് ആ ഒരു ബന്ധം നമ്മളെ വേദനിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായാൽ പോലും അതങ്ങോട്ട് ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ട്, ഒരു ബന്ധനം വന്നിട്ട് നമുക്ക് പിന്നെ അത് ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ വരുന്നുണ്ട്, എങ്ങനെ എപ്പോഴെങ്കിലും എൻ്റെ പാർട്ട്ണർ ശരിയാവും, അങ്ങനത്തെ ഒരു ചില വിഡ്ഢി സ്നേഹിക്കുന്നുണ്ടല്ലോ. അതെ, പിന്നെ ഇന്ന സമയത്ത് എന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കരുതൽ നടത്തിയിട്ടുണ്ടാവും, അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ആവശ്യമില്ലാത്തൊരു കടപ്പാട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ അപ്പൊ ഈ മുതലാളി നല്ലോണം ചൂഷണം ചെയ്യാൻ അറിഞ്ഞാൽ പോലും അയാൾ എന്നോട് അന്നാലും അങ്ങനെ ഒന്നും സഹായിച്ചിട്ടില്ലേ, ഞാൻ കടം ചോദിച്ചപ്പോൾ തന്നിട്ടില്ലേ, അങ്ങനെയൊക്കെ ഈ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ആവശ്യമില്ലാത്ത കടപ്പാടുകൾ സൂക്ഷിക്കുന്ന ആൾക്കാർ. അപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു കാര്യം അവർ ഇമോഷണലി കണക്ട് ആയി കഴിഞ്ഞാൽ ആണുങ്ങൾ കണക്ട് ആണ്, ഒരു വ്യത്യാസമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് എന്തൊക്കെ സമ്മതിച്ചാലും പണ്ടത്തെ ആൾക്കാർ ആളിത്ര ചൂടനാ, അതുകൊണ്ട് നീ അങ്ങനെ പെരുമാറി നിന്നോണം എന്ന് പറഞ്ഞ പോലെ ചില ബന്ധങ്ങളിൽ സിഗരറ്റ് സ്മോക്കിംഗ് പോലെയാണ്, ഡേഞ്ചറസ് ആണ്. സ്ലോലി നമ്മളെ അത് കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്കത് കട്ട് ചെയ്യാൻ പറ്റണില്ല. കൂട്ടുകെട്ടിലാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം വന്നാൽ നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. എത്രയോ സൗഹൃദമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാമുകിമാരുടെ ഇടയിലും. അതായത് വന്ന് കയറുമ്പോൾ തന്നെ അടിയും ഇടിയും തെറിയുമാണ്. പക്ഷേ
ഈ പെൺകുട്ടിക്ക് അത് പുറത്തേക്ക് വരാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ബ്രെയിൻ ഇതിനൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. 21 ദിവസം കണ്ടിട്ട് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ അത് എന്റർടൈൻമെന്റ് എടുക്കും. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ പക്ഷേ ചേട്ടന് കൃത്യമായിട്ട് അറിയാം, ഇപ്പോഴാണ് നമ്മൾ ഇതിനെ ഈ ട്രോമ ബോണ്ടിങ് വിളിക്കാൻ കാരണം. പണ്ട് ഇതിനെ അങ്ങനെയല്ല വിളിച്ചിരുന്നത്. ഒരു കുടുംബമായി കഴിഞ്ഞാൽ തട്ടിമുട്ടിയും പോകും. പണ്ടത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയാവുന്നത്, പണ്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറെ വേദനകൾ സഹിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേർപെടുത്താൻ ബന്ധുക്കളുടെ ഇടയിൽ അറിഞ്ഞാൽ മോശമാണ്, സുഹൃത്തുക്കളുടെ ഇടയിൽ അറിഞ്ഞാൽ മോശമാണ്, അയൽവക്കത്ത് അറിഞ്ഞാൽ മോശമാണ്. അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എൻ്റെ ബന്ധം മുറിഞ്ഞു പോയാലെന്നുള്ളത് ആ സമൂഹത്തിനെ ഭയന്നിട്ട് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടം ഇപ്പം മാറി തുടങ്ങി. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നം ഇമോഷണൽ ബോണ്ടിങ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ വേദനിപ്പിച്ചിട്ടും കൂടി അത് വിടാൻ പറ്റണില്ല. എത്ര പേരാന്ന് പറയുന്നത്, എത്ര പേര് നമ്മൾ ഞെട്ടിപ്പോവും. പലരും രാത്രി കിടന്ന് കണ്ണീര് കുടിച്ചും ആരുമില്ലാത്ത സിറ്റുവേഷനിലൊക്കെ പെട്ടുപോയി, ഒറ്റപ്പെട്ടു പോയി. ഇവർക്ക് നമ്മൾ വിചാരിക്കും അത് നീ ഇട്ടിട്ട് വാടാ, ഇട്ടിട്ട് വാടിയെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഇല്ല, ഇവരെ കരച്ചില്ല, ഇവർക്ക് പറ്റുന്നില്ല. കാരണം മറ്റവൻ കൃത്യമായി ഗെയിം ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ മറ്റവനോ കൃത്യമായി ആരെങ്കിലും ഒരാൾ കൃത്യമായി ഗെയിം ചെയ്ത് പ്ലാൻ ചെയ്ത് പോവാം. അവർക്ക് വേറെ കണക്ഷനൊക്കെ ഉണ്ടാവും. അവർക്ക് എപ്പോഴാണോ എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിനെ ആവശ്യമുള്ളത് ആ സമയത്ത് വന്ന് കൃത്യമായി വീക്ക്നെസ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഏതൊരു ബന്ധത്തിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ വീക്ക്നെസ് പറയരുത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഡിപ്രഷൻ്റെ വേദന ഉണ്ട്. കൃത്യമായി മുന്നിലിരിക്കുന്ന ആൾ ക്രൂക്കഡ് പേഴ്സൺ ആണെങ്കിൽ അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇതൊരു വലിയൊരു പോയിന്റാണ്. അതായത് നമ്മുടെ വീക്ക്നെസ് കംപ്ലീറ്റ് വേറെ ആളുടെ മുന്നിലേക്ക് കൂടി ഇട്ട് കൊടുത്താലുണ്ടല്ലോ പിന്നെ നമ്മൾ ട്രാപ്ഡ് ആണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അപ്പം അങ്ങനെ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ലോയലായിട്ടുള്ള പാർട്ട്നേഴ്സ് ഇപ്പം കുറവാണ് ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ലോയലായിട്ടുള്ള പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ടോക്സിക് റിലേഷൻഷിപ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത്രയും വേദനിപ്പിക്കുകയാണ്, ഇത്രയും എനിക്ക് വിഷമം തരുന്നതാണെന്ന് അറിഞ്ഞിട്ടും കൂടി എനിക്ക് മുറിച്ച് കളയാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഹാബിറ്റായി മാറുന്നതുകൊണ്ടാണോ എന്താണെന്നുള്ളത് മനസ്സിലാവണില്ല. അതല്ല, ഇനി ഇത്തരം റിലേഷൻഷിപ്പിലും ചില ആൾക്കാർ വിചിത്രമാണ്. അതിലും ഒരു സെക്യൂരിറ്റി കാണുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ നടക്കുന്ന സമയമാണ്. അപ്പൊ ട്രോമ ബോണ്ടിങ് ഇത് പക്ഷെ ഇത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർ, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഇത് ഇവർക്ക് മനസ്സിലാകില്ല. നമ്മൾ എന്തോരം പറഞ്ഞു കൊടുത്താലും എടാ അവൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇത് നിന്നോട് സ്നേഹമല്ല, അവൻ നിന്നോട് കാണിക്കുന്ന ടോക്സിസിറ്റി ആണെന്ന് പറഞ്ഞാലും ഈ മൈൻഡുള്ള പെണ്ണായാലും പയ്യനാണെങ്കിൽ അത് വിശ്വസിക്കത്തില്ല. എൻ്റെ അയാൾ സേഫാണ്, അയാൾ ദേശീയ കൂടുതലാണെന്ന് പറഞ്ഞ് ഇത് ഡിഫെൻഡ് ചെയ്യത്തുള്ളൂ. ഇത് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ആർക്കും അറിയാത്തൊരു കണ്ടന്റ് തന്നെ. ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിലേഷൻ്റെ ഇടയിൽ, ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ എപ്പോഴും ഡോമിനേറ്റിംഗ് ആയി നിൽക്കുന്ന ഒരാളുണ്ട്. പലപ്പോഴും പെൺകുട്ടികളാണ് അതിന് താഴെ പോകാറ്. ട്രോമ ബോണ്ടിങ് എന്തുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന് ജസ്റ്റ് ഒരു ചോദ്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു അഭിപ്രായമാണ്. എന്ത് റിലേഷൻഷിപ്പും തുടങ്ങുന്നത് ഒരു നല്ല മൊമെന്റിലായിരിക്കും. ഒരു മോശം മൊമെന്റിൽ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് എപ്പോഴും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും ഒരു കാരണത്തിൽ നിന്നായിരിക്കുമല്ലോ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നീടാണല്ലോ ഈ പറഞ്ഞ പോലെ അത് വേദനയായിട്ട് അടിയായിട്ടും വേദനിപ്പിക്കലൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഓർമ്മ ഉണ്ടാവും എൻ്റെ ഉള്ളിൽ. എന്ത് ആ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ഒരു ഓർമ്മ, ഒരു സുഖകരമായിട്ടുള്ള ഒരു ഓർമ്മ, ആ ഓർമ്മ ആണ് പിന്നീട് എനിക്കൊരു പ്രതീക്ഷയായിട്ട് മാറണം. എന്ത് ഇത് താൽക്കാലികമാണ്, ആ പണ്ടത്തെ ആള് വീണ്ടും തിരിച്ചു വരും. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം അത് തുടരാനുള്ള കാരണം. എന്താ പറയുക, അതിന് മറ്റൊരു വശം കൂടി നമുക്ക് അതിനകത്തുണ്ട്. അതായത് ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ കൃത്യമായി ചതിക്കുകയാണെന്നും പറ്റിക്കുകയാണെന്നും വഞ്ചിക്കുകയാണെന്നും നമുക്ക് വ്യക്തമായി പകല് പോലെ മനസ്സിലാക്കിയിട്ടും നമുക്ക് ആ വ്യക്തിനെ വിട്ടുപോകാൻ പറ്റാത്ത അതികഠിനമായ മാനസികാവസ്ഥയാണ്. ആ സമയത്ത് ഒരാൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. നമുക്ക് എന്ത് മോട്ടിവേഷൻ കേട്ടാൽ നമ്മൾ അത് എടുക്കൂല. ഇനി നമുക്ക് എന്ത് പെയിൻ നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്താലും നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും ക്രൂക്കഡായിട്ട് കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്ത് ഇട്ടിരിക്കുന്ന ബന്ധത്തിനെയാണ് ട്രോമ ബോണ്ടിങ് പൊതുവെ പറയുന്നത്. അതുകൊണ്ടാണ് അടിയിടിയൊക്കെ ഒതുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഒരു വ്യക്തിനെ, നമുക്ക് ഏറ്റവും എക്സ്ട്രീം ദേഷ്യം വരുന്നത് എന്താ, നമുക്ക് വേണ്ടി പറയാം മറ്റേ എന്നെ ചതിക്കുന്നതാണെന്നോ വഞ്ചിക്കുന്നതാണോ പറ്റിക്കുന്നതെന്നൊക്കെ പറയാം. അല്ല, നമ്മുടെ ബോഡി പെയിൻ എടുക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരു പെൺകുട്ടീനെ നമുക്ക് ഉദാഹരണം എടുക്കാം. ആ പെൺകുട്ടി ഒരു പയ്യന്റെ അടിയും ഇടിയും കുത്തൊക്കെ ഇട്ട് അടിയും കൊണ്ട് ആ ബന്ധത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു പ്രീവിയസ് എടുത്ത ഒരു ഇഷ്യൂ സംഭവിക്കും. ചേട്ടാ, പല കുടുംബങ്ങളിലും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവരെ കൃത്യമായി തല്ലി മാനസികമായി ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുത്തി കഴിവില്ലായ്മയാക്കി ആ വീട്ടുകാരുടെ അടി, മാമന്മാരുടെ അടി, തെറിയും ചീത്തയും ഒച്ചപ്പാടും കേട്ട് വരുന്ന കുട്ടികൾക്ക് കാമുകൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ, അടി അവർക്ക് നോർമലാണ്. അടി നോർമലാന്നല്ല, ആരടിച്ചു? അച്ഛനമ്മ അടിച്ചു. അച്ഛനമ്മ അടിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ, എന്റെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെ അടിക്കാനും തല്ലാനും ആവശ്യമുള്ള അച്ഛനാ. അപ്പൊ അച്ഛനമ്മ എന്നെ അടിക്കുന്നത് ശരിയാണ്. അങ്ങനെയെങ്കിൽ നാട്ടുകാരടിക്കുന്നില്ല എന്താ തെറ്റ്? അടി എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ മനസ്സിൽ
ഓർമ്മയാണ്, മനസ്സിലായി. ഈ അടി കൊണ്ട് കിട്ടുന്ന ഇതാണ് ഇനി ശാരീരികമായിട്ട് ഉണ്ടാവുന്ന. ഒട്ടുമിക്ക അമ്മമാരായിരിക്കും ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് നാൾ മുന്നേ ഒട്ടുമിക്ക അമ്മമാരെ കിട്ടുന്ന സാധനം എടുത്ത് അടിക്കും. അത് ഇപ്പൊ കുറവാണ് എങ്കിൽ പോലും പണ്ടൊക്കെ ഞാൻ വഴിയരികിലിട്ട് അടിക്കും. വഴിയരികില്, സ്കൂളിന്റെ പറമ്പില്, ഗ്രൗണ്ടിൽ എല്ലായിടത്തും അടിക്കും. അപ്പൊ പിന്നെ ഈ ട്രോമ ബോണ്ടിങ്ങിന് ഏറ്റവും കൂടുതൽ കാരണക്കാരൻ പറയാൻ. കാരണം ഒരു നമ്മുടെ കുഞ്ഞാണെങ്കിലും പലപ്പോഴും പല പാരന്റ്സും പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ്, എന്റെ കുഞ്ഞല്ലേ എനിക്ക് അടിക്കാം, എനിക്ക് നന്നാക്കാം, ഒരു അധികാരവും ഇല്ല. ഈ ട്രോമ ബോണ്ടിങ്ങിന് ഇരയാവുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സൗഹൃദ വലയങ്ങളും ബന്ധങ്ങളും കുറവായിട്ടുള്ള ആളുകളിലൂടെ ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്നെ ഒരാൾ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് എനിക്കൊരു 4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ ചിലപ്പോൾ പുറത്തു വരാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന മറ്റു ഫ്രണ്ട്സ് ഇല്ലാത്ത ആൾക്കാരും കൂടി ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഒരു പോയിന്റ് ഒന്നും കണ്ട ഈ ട്രോമ ബോണ്ടിങ് കേൾക്കുന്ന ആൾക്കാർക്ക്, ഈ പെണ്ണായാലും ആണാണെങ്കിലും, ഇവരുടെ ഫാമിലി ഇത് മുന്നോട്ട് പറയാൻ ഇവരെ സമ്മതിക്കത്തില്ല. അതായത് വീട്ടുകാരാണേലും പറയാൻ സമ്മതിക്കത്തില്ല. ഈ അനുഭവിക്കുന്ന ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയുടെയും ശരിക്കും കുറ്റക്കാരായ ഇവർ പാർട്ട്നേഴ്സ് മാത്രമല്ല, ഈ ഫാമിലിയും കൂടെ മിണ്ടായിരിക്കും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ വീട്ടിൽ ഭാര്യമാരും അടിയും കൊണ്ട് കിടക്കുന്നു. എത്ര വീട്ടിലെ പുരുഷന്മാരും തലയ്ക്ക് ഭ്രാന്ത് മേടിച്ച് എന്താ പറയുക, ഈ പറയുന്ന ഡിപ്രഷൻ അടിച്ച് പുരുഷന്മാരിരിക്കുന്നു. ചേട്ടൻ ഇതിന് ബേസിക്കലി ഒരു ശാരീരികമായിട്ട് മാനസികമായിട്ട് വേറെ കാരണം കൂടി ഇതിനുണ്ട്. ഇതിപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇവിടെ നോർമൽ ഫീലിങ്സോടെ എൻ്റെ മുന്നിലിരിക്കുന്നത്. ചേട്ടൻ ഇപ്പോൾ 2 ടൈപ്പ് ഫീലിങ്സ് ചേട്ടൻ്റെ ബ്രെയിൻ ഇപ്പോൾ എൻജോയ് ചെയ്യും. ഒന്ന്, അമിതമായി കിട്ടുന്ന പെയിൻ. ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടനെ വഴി അടിച്ച് ചേട്ടന് അത് എക്സ്ട്രീമാണ്. എന്താണോ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് എക്സ്ട്രീം ആയിട്ട് കിട്ടുന്നത് അത് നമ്മുടെ ബ്രെയിൻ എൻജോയ് ചെയ്യും. ദേഷ്യമായിട്ട് കൺവേർട്ട് ചെയ്യാതെ വേറെ കാര്യം. രണ്ടാമത്, അമിതമായി ചേട്ടൻ ഞാൻ തരുന്ന സ്നേഹം, ഇതും ചേട്ടൻ എൻജോയ് ചെയ്യും. ഈ 2 സാധനം ചേട്ടൻ്റെ ബ്രെയിൻ കൂടിയ അളവിലെടുക്കും. ആക്ച്വലി ഒരു വ്യക്തിനെ നമ്മൾ ഇടിച്ച് കുറെ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞിട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നു, പിന്നെ ഇതുപോലെ ചെയ്യുന്നു, പിന്നെ ഇതുപോലെ സ്നേഹിക്കുന്നു. ഇത് ആ വ്യക്തിയുടെ ബ്രെയിൻ പൂർണ്ണമായും കൺഫ്യൂസഡ് ആവും. അതായത് ഈ വ്യക്തി എന്നെ സ്നേഹിക്കുകയാണോ, ഈ വ്യക്തി എന്നെ പണിഷ് ചെയ്യണമെന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായൊരു കഥയുണ്ട് പണ്ട് കാലങ്ങളിൽ. അതായത് ഒരു 16-17 വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ട് നടന്ന സംഭവം, തട്ടിക്കൊണ്ടുപോകുന്നു, കൃത്യമായി ഒരു റൂമിൻ്റെ അകത്ത് പൂട്ടിയിടുന്നു. ഒരു സൈക്കോൺ അവൻ റൂമിൻ്റെ അകത്ത് പൂട്ടിയിടുന്നു. ഒരു ചെറിയ റൂമിൻ്റെ അകത്ത് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റൊട്ടിയിട്ട് കൊടുക്കും. എല്ലാ ദിവസവും ചെല്ലുന്നു, ഇവനെ അടിക്കുന്നു, റൂമിൽ കയറ്റുന്നു, തിരിച്ചിടുന്നു. പിറ്റേ ദിവസം ചെല്ലുന്നു, കൃത്യസമയത്ത് അടിക്കുന്നു, റൂമിൽ കയറ്റുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനാ അടിക്കണേ, എന്താ കാര്യം എന്ന്. പിന്നെ തൊട്ട് ഈ വ്യക്തി പറയുന്ന കാര്യം എന്താണോ അത് ആ വ്യക്തി അനുസരിക്കും. അതായത് എഗ്രിമെൻ്റ് എടുക്കുന്നു, നീ ഇന്ന് മുതൽ എൻ്റെ അടിമയാണ്, ഞാൻ പറഞ്ഞല്ല നീ അനുസരിക്കണം, ഇങ്ങനെ കാര്യങ്ങൾ അവിടെ ഒപ്പിടിക്കുന്നു. കൺഫ്യൂസറായി ബ്രെയിൻ ഈ കുഞ്ഞിൻ്റെ. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ മുഴുവനും അടിമയായിട്ട് ജീവിക്കായിരുന്നു. പുറലോകമായിട്ടൊരു ബന്ധമില്ല. ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സ്റ്റഡലിൽ കിട്ടുന്ന ഷോക്കുകളെല്ലാം നമ്മുടെ ബ്രെയിൻ സേവ് ചെയ്യും. അതിന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റില്ല. മറ്റൊരാൾ പറഞ്ഞാലും വിശ്വസിക്കില്ല അവസാനം.